ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പില്ലാതെ ഒരു 2 തക്കാളിയും ഒരു സവാള ഉപയോഗിച്ച് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നാളികേരം പച്ചരച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും ഊണിൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. അധികമൊന്നും വേണ്ട. ഒരു 2 തക്കാളി ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതൊന്ന് നെടുകെ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കൈകൊണ്ട് നല്ല പോലെ ഞെരടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വറ്റി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതാണിത്, ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ തക്കാളിയും സവോളയൊക്കെ നല്ല പോലെ വെന്ത് വെള്ളമൊക്കെ പാകത്തിനായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇതിൽ മുന്നേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒഴിച്ച 1 കപ്പ് വെള്ളം നാളികേരം അരയ്ക്കുമ്പോൾ ചേർത്തത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിട്ട് നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് താളിക്കാം. കടുകിൻ്റെ കൂടെ ഒന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചതാണ്, പിന്നെ ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഉലുവി, വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് താളിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി ശരിയായി വരുമ്പോഴേക്കും നമുക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്, ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ വേണം, സവാള പറ്റില്ല വെച്ചെങ്കിൽ സവാളയേക്കാളും ടേസ്റ്റ് എപ്പോഴും ചെറുള്ളിക്കാണ്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ അതേ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രദ്ധിക്കണേ. താങ്ക് യു.